അപ്പോൾ 3 മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഫോർ എ ബീം ഓഫ് സ്പാൻ 6 മീറ്റർ, എ UDL ഓഫ് 3 kN/m ഓൺ ദ എൻറ്റയർ സ്പാൻ ആൻഡ് എ സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ഓഫ് 10 kN. അല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? നമ്മോട് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരു ബീമിൻ്റെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബീമിൽ വരുന്ന ലോഡിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? 2 ടൈപ്പ് ലോഡ് വരുന്നുണ്ട്. ഒന്ന് UDL വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ എ സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ആ ബീം ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ബീം വരച്ചിട്ടുണ്ട്. ബീം 6 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ബീമിൽ വന്നിട്ടുള്ള ലോഡ് അല്ലേ. അപ്പോൾ ഇതിൽ ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത് UDL ആണ്. ഓക്കെ, ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള UDL ആണ്. അതുപോലെ തന്നെ ഈ ഗ്രീൻ കളറിൽ 10 kN എന്ന് കാണിച്ചിട്ടുള്ളത് പോയിൻ്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡാണ്. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കറിയേണ്ടത് ഈ ഒരു UDL കാരണം ഒരു ഫിക്സ്ഡ് ബീമിൽ വരുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ട് അല്ലേ. നമുക്കറിയാം ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നേരെ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു UDL ഫിക്സ്ഡ് ബീമിൽ ഇതുപോലെ ഒരു UDL വരുവാണെന്നുണ്ടെങ്കിൽ അല്ലേ, UDL വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ടുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? അത് WL²/12 ആണ്. WL²/12. ഇനി അതേ കേസിൽ ഫിക്സ്ഡ് ബീമിൻ്റെ കേസിൽ സെൻട്രൽ ഒരു പോയിൻ്റ് ലോഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? അത് WL/8 ആണ്. WL/8. ഓക്കെ അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് W, അതേസമയത്ത് പോയിൻ്റ് ലോഡിൻ്റെ വാല്യൂ ആണ് ക്യാപിറ്റൽ W. അപ്പോൾ ഈ രണ്ട് റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. നോക്ക്, ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഡ്യൂ ടു UDL അല്ലെ, UDLൻ്റെ കാരണം വരുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് WL²/12 നമ്മൾ പറഞ്ഞു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ Wയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണത്? 3 kN/m ആണ്. അതിവിടെ കൊടുത്തു. ഇനി ബീമിൻ്റെ സ്പാൻ അല്ലേ, ലെങ്ത്ത്, അതാണ് L എന്ന് പറയുന്നത്. അത് 6 മീറ്റർ ആണ്. അപ്പോൾ 3 × 6²/12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 kN എന്ന് കിട്ടും. അപ്പോൾ ഒന്നായിട്ടുണ്ട്. UDL കാരണമുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഡ്യൂ ടു പോയിൻ്റ് ലോഡ് കാരണമുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് WL/8 ആണ്. Wയുടെ വാല്യൂ എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 10 kN ആണ്. അപ്പോൾ 10 × 6/8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 7.5 kN എന്ന് അതും കിട്ടി. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് അല്ലേ, കാരണം ടോട്ടൽ ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ 9 + 7.5 ചെയ്യുക. 9 + 7.5 ചെയ്യുന്ന സമയത്ത് നമുക്ക് 16.5 kN എന്ന് വാല്യൂ കിട്ടും. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു റിലേഷനാണ്, UDL കാരണമുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ പോയിൻ്റ് ലോഡ് കാരണമുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ ഇക്വേഷനും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3 മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ 7 മാർക്കിൻ്റെ ചോദ്യമാണ്. നോക്കാം. ഫൈൻഡ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഓഫ് എ കാൻഡിലിവർ ബീം ഹാവിംഗ് ലെങ്ത് 6 മീറ്റർ, ക്യാരിങ് എ UDL ഓഫ് 5 kN